നമ്മൾ കോട്ടയംകാർക്ക് കൊച്ചി എന്ന് പറഞ്ഞാൽ എന്നും ഒരു കൗതുകമാണ്. കൊച്ചിയിൽ വന്നാൽ നേരെ മറൈൻ ഡ്രൈവിലും ഫോർട്ട് കൊച്ചിയിലും ഒക്കെ ഒന്ന് കറങ്ങി ചീനവലയും ബോട്ടും കപ്പലും ഒക്കെ ഒന്ന് കണ്ട് അടിച്ചു പൊളിച്ച് തിരിച്ചു പോകുന്നതാണ് നമ്മുടെ കോട്ടയംകാരുടെ ഒരു സ്റ്റൈല് തന്നെ. എറണാകുളം ബോട്ട് ജെട്ടി. അങ്ങനെ വീണ്ടും ഇവിടെ എത്തി. ഇത്തവണ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കൊരു യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് എടുത്ത് ഇറങ്ങിയതേ ഉള്ളൂ, നമുക്കുള്ള ബോട്ട് വന്നു കേട്ടോ. സർക്കാർ ബോട്ടൊക്കെ പഴയ പോലൊന്നുമല്ല, നല്ല അടിപൊളി ബോട്ടാണ്. പഴയ പോലെ പലക ബോട്ടും കീറിയ സീറ്റും ഒന്നുമല്ല. ഇത്രയും ആള് കയറിയിട്ടും ബോട്ടിനകം ഇപ്പോഴും കാലി. നമ്മുടെ സാരഥി എത്തി. ബോട്ട് അങ്ങനെ കൊച്ചിക്കായലിൻ്റെ ഓളപ്പരപ്പിലൂടെ പറക്കാൻ പോവുകയാണ്. എന്തൊക്കെയായാലും നമ്മുടെ പഴയ ബോട്ടുകളുടെ ഈ കാഴ്ച കാണുമ്പോൾ തന്നെ വിഷമം ഉണ്ടാകുന്ന കാര്യമാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ അടുക്കി ഇട്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ബോട്ട് എറണാകുളം തീരത്ത് നിന്ന് മെല്ലെ തീരം വിട്ട് നീന്തി തുടങ്ങി. മറൈൻ ഡ്രൈവിൽ നിന്നുള്ള ഈ ബോട്ട് യാത്രയിലാണ് നമുക്ക് വില്ലിംഗ്ടൺ ഐലൻഡും ബോൾഗാട്ടി പാലസും കണ്ടെയ്നർ ടെർമിനലും അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഈ ബോട്ട് യാത്രയിൽ ആസ്വദിക്കാൻ പറ്റും. നല്ല നീലാകാശത്തിൻ്റെയും പച്ചക്കായലിൻ്റെയും പച്ച ഭൂമിയുടെയും നടുവിൽ മനോഹരമായ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളും അടിപൊളി കാഴ്ചയാണ്. ഒരു എണ്ണക്കപ്പൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട് കേട്ടോ കായലിൽ. ആ ദൂരെ കാണുന്നതാണ് കേട്ടോ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. അവിടെ നമുക്ക് കപ്പലിൽ നിന്ന് ഇങ്ങനെ വലിയ കണ്ടെയ്നറുകൾ അടുക്കി വെച്ചിരിക്കുന്നതും ക്രെയിൻ ഉപയോഗിച്ച് കപ്പലിലേക്ക് കയറ്റുന്നതും കപ്പലിൽ നിന്ന് ഇറക്കുന്നതും ഒക്കെ നമുക്ക് ബോട്ടിലിരുന്ന് കാണാൻ പറ്റും. ആ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി കര. ഫോർട്ട് കൊച്ചിയിലേക്കാണ് നമ്മുടെ ബോട്ട് ഇങ്ങനെ മെല്ലെ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചി കര വരെ ഈ മനോഹരമായ ഒരു ബോട്ട് യാത്ര ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബോട്ട് ഫോർട്ട് കൊച്ചി കരയിൽ വന്നെടുത്തു.
ആൾക്കാരൊന്നുമില്ല, ഇറങ്ങി ആകെപ്പാടെ കുറച്ച് ആൾക്കാരെ ബോട്ടിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ കാണുന്നതൊക്കെ കസ്റ്റംസിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഹോട്ടൽ സീഗൾ എന്ന് പറയും. വർഷങ്ങളുടെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഏകദേശം പേര് കേട്ട ഒരു ഹോട്ടൽ തന്നെയാണ് ഹോട്ടൽ സീഗൾ എന്ന് പറയുന്നത്. അതിലെഴുതി തന്നെ വെച്ചിട്ടുണ്ട് 1980 എസ്റ്റാബ്ലിഷ്ഡ്. ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നുണ്ടോയെന്നറിയില്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുന്നതാണോ എന്നറിയില്ല. എന്തായാലും നിലവിൽ ക്ലോസ്ഡ് ആണ്. പിന്നെ നമുക്ക് ഫോർട്ട് കൊച്ചി കാണാൻ പറ്റും ഒരു മനോഹരമായ ഒരു സംഭവമാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ ജങ്കാർ സർവീസ്. സേതുസാഗർ 1 എന്നാണ് അതിൻ്റെ പേര്. കൊടുങ്ങല്ലൂർ, സേതുസാഗർ 1 കൊടുങ്ങല്ലൂർ. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി വൈപ്പിൻ ജങ്കാർ സർവീസ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കരെ ഇക്കരെ വാഹനങ്ങളെ ആളുകളെ ഇങ്ങനെ കടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇത് വരിക പോവുക വരിക പോവുക. അങ്ങനെ നമ്മുടെ ജങ്കാർ അടുത്ത സെക്ഷൻ വാഹനങ്ങളും കയറ്റി ആൾക്കാരെയൊക്കെ കയറ്റി അങ്ങനെ തീരം വിട്ട് അകന്നകന്ന് പോവാണ്. ഞങ്ങൾ വന്നപ്പം മുതൽ കുറേ ചേട്ടന്മാരിവിടെ ചൂണ്ടയിട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടു കേട്ടോ. ഞങ്ങളൊരു അരമണിക്കൂർ മിച്ചം അവിടെ നിന്നിട്ടും ഒരു മീനെ പോലും അവർക്ക് കിട്ടുന്നത് കണ്ടില്ല. നമുക്ക് തോന്നുമായിരിക്കും ഇത്രയും മീൻ കിട്ടുന്ന, ഇത്രയും വിശാലമായ കായലിലും കടലിലും ഒക്കെ ഇഷ്ടം പോലെ മീനുണ്ടല്ലോ, അടുത്ത് താമസിക്കുന്നവർക്ക് എളുപ്പമാകല്ലോ എന്ന് ഓർക്കും. പക്ഷെ വെറുതെയാണ് കേട്ടോ. എത്ര നേരം ചൂണ്ടയിട്ടുകൊണ്ട് നിന്നാലും ഒരു മീനേ ഇല്ലേ 2 മീനൊക്കെ കിട്ടുക എന്നുള്ളതാണ്. എന്നാലും അവരുടെ ക്ഷമയെ സമ്മതിക്കണം കേട്ടോ. വീണ്ടും അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളും തേടി മുന്നോട്ട് നടന്നു. എറണാകുളം പട്ടണത്തിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ റോഡ് മാർഗം അല്ലെങ്കിൽ ബോട്ടിലാണെങ്കിൽ ജസ്റ്റ് അരമണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ വരാം. സാന്താക്രൂസ് ബസലിക്ക, സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, അവിടെയാണ് നമ്മുടെ വാസ്കോ ഡ ഗാമയെ ആദ്യം അടക്കം ചെയ്ത പള്ളി. ഇതാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. ഇവിടെയാണ് വാസ്കോ ഡ ഗാമയെ ആദ്യമായിട്ട് അടക്കം ചെയ്ത പള്ളി. ഇതാണ് പഴയകാല പ്രതാപത്തോടെ ഉണ്ടായിരുന്ന ഡച്ച് സെമിത്തേരി. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ CSI സഭയുടെ ട്രസ്റ്റ് അസോസിയേഷന് കീഴിലാണ് ഈ പള്ളിയും സെമിത്തേരിയും ഒക്കെ ഉള്ളത്. ഇതാണ് മറ്റൊരു ആകർഷകത്വം. നമുക്ക് മലയാള സിനിമയിൽ ബിഗ് ബി എന്ന ചിത്രത്തിൽ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ട് കാണും ഈ വീട്.
ആ സിനിമയ്ക്കകത്തൂടെ വളരെ പ്രശസ്തമായൊരു ശ്രദ്ധേയമായൊരു വീടാണ് ഈ സ്റ്റെയർ കേസ്. റോഡിനോട് ചേർന്ന് സ്റ്റെയർ കേസ് സ്റ്റെപ്പുള്ള ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വീട്. അങ്ങനെ എറണാകുളത്ത് നിന്ന് ബോട്ടെ കയറി ഫോർട്ട് കൊച്ചി വന്നിറങ്ങി. ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു ചെറിയ കറക്കമൊക്കെ കറങ്ങി പോർച്ചുഗീസ് പള്ളിയും ബിഗ് ബി ലൊക്കേഷനും ഒക്കെ കണ്ട് എറണാകുളത്തേക്ക് തിരിക്കാൻ തുടങ്ങിയാണ്. ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്നതല്ല കൊച്ചിയിലെ കാഴ്ചകൾ. ഓരോ തവണ വരുമ്പോഴും കൊച്ചിയിലെ ഓരോ പ്രദേശങ്ങളായി കണ്ടു തീർക്കുക എന്നതാണ് പ്രായോഗികമായ വഴി. അടുത്ത ട്രിപ്പിൽ നമുക്ക് മറ്റൊരു പ്രദേശം കറങ്ങി നടന്ന് കാണാം.